ഇത് ശ്രദ്ധിച്ചു കേൾക്കുക. ഇതൊരു കടുത്ത യാഥാർത്ഥ്യമാണ്. ഇന്ത്യക്ക് അപാരമായ കഴിവുണ്ടായിരുന്നു, വലിയ വിഭവങ്ങളുണ്ടായിരുന്നു. പക്ഷെ നമ്മളത് നശിപ്പിച്ചു. വൻ അബദ്ധങ്ങൾ നമ്മൾ ചെയ്തു. ഈ അനാലിസിസ് അതാണ് കാണിക്കുന്നത്. ചരിത്രം നിങ്ങളോട് കള്ളം പറയില്ല. ആ തെറ്റുകൾ നിങ്ങളെ തളർത്തുകയാണ്. നമ്മൾ ഒരിക്കൽ അജേയരായിരുന്നു. ലോക GDPയുടെ 25%. പിന്നെ സാമ്പത്തിക ദുരന്തങ്ങൾ സംഭവിച്ചു. അത് നമ്മുടെ ചിന്താഗതിയെ മാറ്റിമറിച്ചു. തലമുറകളെ അവർ ഭയപ്പെടുത്തി. ആ ഭയം ഇന്നും തുടരുന്നു. നമ്മുടെ രക്തത്തിലത് അലിഞ്ഞിരിക്കുന്നു. എന്തിനേയും നമ്മൾ ഭയക്കുന്നു. വളർച്ച പൂർണ്ണമായും മുരടിച്ചു. ഇതിന് നിങ്ങൾ വില നൽകുന്നുണ്ട്. ഇപ്പോൾ, ഈ നിമിഷം തന്നെ. നിങ്ങളുടെ ഉയർന്ന വാടകയിൽ, നിങ്ങളുടെ കനത്ത നികുതിയിൽ, നിങ്ങളുടെ ശമ്പളത്തിൽ പോലും. ഈ ചരിത്രം നിങ്ങളെ വേട്ടയാടുകയാണ്, നിങ്ങളുടെ പോക്കറ്റടിക്കുകയാണ്. ആരും നിങ്ങളെ രക്ഷിക്കാൻ വരില്ല. ഇതിൽ നിന്ന് ഒളിക്കാനാകില്ല. ആദ്യത്തെ വലിയ അബദ്ധം നോക്കാം. ലൈസൻസ് രാജ്, അനുമതി ലക്ഷ്യത്തെ കൊന്നുകളഞ്ഞ സമയം. നമ്മുടെ സമ്പദ്വ്യവസ്ഥ കുടുങ്ങിപ്പോയി. നീണ്ട 40 വർഷങ്ങൾ. ഫാക്ടറി തുടങ്ങാൻ അനുമതി വേണം, ബിസിനസ് വികസിപ്പിക്കാൻ വീണ്ടും അനുമതി, മെഷീനുകൾ ഇറക്കാൻ ലൈസൻസ് വേണം, ആളെ ജോലിക്ക് വെക്കാനും അനുമതി. ഇന്നത്തെ സ്വിഗ്ഗിയോ സൊമാറ്റോയോ അന്നേ മരിച്ചേനെ, ജനിക്കുക പോലുമില്ലായിരുന്നു. എല്ലാം വെറും ചുവപ്പുനാടയിൽ കുരുങ്ങി. എന്തിനും ഏതിനും കൈക്കൂലി. വളർച്ച അവിടെ നിരോധിക്കപ്പെട്ടു. ഇതാണ് പഠിച്ചെടുത്ത നിസ്സഹായത. പരിശ്രമിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. സ്വപ്നം കാണുന്നവരെ അവർ ശിക്ഷിച്ചു. ആളുകൾ ശ്രമിക്കുന്നത് തന്നെ നിർത്തി. ലക്ഷ്യങ്ങൾ പൂർണ്ണമായും ചുരുങ്ങിപ്പോയി. തലച്ചോർ പരാജയത്തോട് പൊരുത്തപ്പെട്ടു. വിജയം അസാധ്യമാണെന്ന് അവർ വിശ്വസിച്ചു. എല്ലാവരും തോൽവി സമ്മതിച്ചു. ഇതൊരു മാനസിക തകർച്ചയാണ്. ഒരു സർക്കാർ ജോലി നേടുക. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. മരവിച്ച ഒരു തലമുറയുടെ കരച്ചിൽ. മാതാപിതാക്കൾ സുരക്ഷയ്ക്ക് മുൻഗണന നൽകി. എന്തുകൊണ്ട്? റിസ്ക് എടുക്കുന്നത് വിഡ്ഢിത്തമായിരുന്നു. വ്യവസ്ഥിതി അവരുടെ ധൈര്യം കെടുത്തി. കഴിവുകൾ അവിടെ കുഴിച്ചു മൂടപ്പെട്ടു. ആരും സ്വന്തമായി ചിന്തിച്ചില്ല. ഒരു രാജ്യം മുഴുവൻ മരവിച്ചു. രണ്ടാമത്തെ അബദ്ധം സോഷ്യലിസം, ദാരിദ്ര്യത്തിലെ സമത്വം. രാജ്യം എല്ലാം സ്വന്തമാക്കിവെച്ചു. ഉദ്യോഗസ്ഥർ സിഇഒമാരെ പോലെ പെരുമാറി. ശരിക്കും ഒരു വലിയ ദുരന്തം. ഇതൊരു ന്യൂറോ സയൻസാണ്. റിവാർഡ് പ്രിഡിക്ഷൻ എറർ. പരിശ്രമം ഫലം മാറ്റുന്നില്ല. അതോടെ ഡോപ്പമൈൻ അപ്രത്യക്ഷമായി. നിങ്ങളുടെ എനർജി പൂർണ്ണമായും ഇല്ലാതായി. ആളുകൾ വെറും അനുമതിക്ക് പിന്നാലെ പോയി. മികവിന് യാതൊരു വിലയുമില്ലാതായി. കഴിവുള്ളവർ രാജ്യം വിട്ടു. അലസത ഒരു ശീലമായി മാറി. അന്നത്തെ അവസ്ഥ നോക്കൂ. ലാൻഡ് ലൈനിനായി 8 വർഷത്തെ കാത്തിരിപ്പ്. ഇന്ന് നിങ്ങൾ പെട്ടെന്ന് പരിഭ്രാന്തരാകും. ഇൻസ്റ്റഗ്രാം 3 സെക്കൻഡ് വൈകിയാൽ നിങ്ങൾക്ക് സമനില തെറ്റും. ആ ചരിത്രപരമായ ക്ഷാമം മനസ്സിലാക്കുക. അതൊരു ഭയാനകമായ യാഥാർത്ഥ്യമായിരുന്നു. ക്ഷമ അന്നൊരു നിർബന്ധമായിരുന്നു. ഇന്നത്തെ സൗകര്യങ്ങൾ അന്ന് വെറും സ്വപ്നമായിരുന്നു. മൂന്നാമത്തെ വലിയ അബദ്ധം 1991 പ്രതിസന്ധി. ഇന്ത്യ തകർന്ന ദിവസം. അമിത ചെലവും വലിയ കടവും രാഷ്ട്രീയ കാലതാമസം നമ്മെ നശിപ്പിച്ചു. വെറും 2 ആഴ്ച. അത്രമാത്രം വിദേശ നാണയമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. പൂർണ്ണമായ ഭയം എല്ലാവരിലും നിറഞ്ഞു. നമ്മൾ രഹസ്യമായി സ്വർണം വിദേശത്തേക്ക് കടത്തി. ആ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രം. അതൊരു വലിയ നാണക്കേടായിരുന്നു. രാജ്യത്തിന്റെ അഭിമാനം പൂർണ്ണമായും തകർന്നു. ടെമ്പോറൽ ഡിസ്കൗണ്ടിംഗ്. ഇന്നത്തെ സുഖത്തിനായി ഭാവി മറക്കുന്നു. അന്ന് സർക്കാർ അതാണ് ചെയ്തത്. ഇന്ന് നിങ്ങൾ ചെയ്യുന്നതുപോലെ തന്നെ. സ്കിൽസ് വളർത്താതെ റീൽസ് കണ്ടിരിക്കുന്നു. ചെറിയ അവഗണനകൾ വലിയ തകർച്ചയുണ്ടാക്കും. ആരും നിങ്ങളെ സഹായിക്കില്ല. നിങ്ങൾ സ്വയം നശിക്കുകയാണ്. നിങ്ങളുടെ സമയം വെറുതെ കളയരുത്. അബദ്ധം 4. നോട്ട് നിരോധനം. വിശ്വാസത്തെ മരവിപ്പിച്ച ആ വലിയ ആഘാതം. പണം എന്നത് വെറുമൊരു വിശ്വാസമാണ്. നഷ്ടഭയം. ആളുകൾക്ക് നഷ്ടം ഇരട്ടിയായി അനുഭവപ്പെടും. ഒറ്റ രാത്രി കൊണ്ട് പണം മുഴുവൻ അപ്രത്യക്ഷമായി. പണം എടുക്കുന്നത് തടഞ്ഞാൽ എന്ത് സംഭവിക്കും? ഭയം പല മടങ്ങ് വർദ്ധിക്കും. പണം ചിലവാക്കുന്നത് പൂർണ്ണമായും നിൽക്കും. സമ്പദ്വ്യവസ്ഥയുടെ രക്തയോട്ടം അവിടെ നിലച്ചു. ഇതൊരു വലിയ മാനസിക ആഘാതമായിരുന്നു. പണം പെട്ടെന്ന് അപ്രത്യക്ഷമായി. ബാങ്കുകൾക്ക് മുന്നിൽ വലിയ ക്യൂ ആയി. ചെറുകിട ബിസിനസ്സുകൾ പൂർണ്ണമായും സ്തംഭിച്ചു. സർവൈവൽ മോഡ് ഓണായി. ദിവസക്കൂലിക്കാർ ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിച്ചു. എല്ലായിടത്തും തികഞ്ഞ പരിഭ്രാന്തിയായിരുന്നു. സമ്പദ്വ്യവസ്ഥ ശ്വാസമുട്ടി. സ്വന്തം പണത്തിനായി ആളുകൾ യാചിച്ചു. അബദ്ധം 5. തൊഴിൽ വിരോധാഭാസം. അവസരങ്ങളില്ലാത്ത വളർച്ച. ഈ രാജ്യത്ത് അതൊരു വലിയ ട്രാപ്പാണ്. ഇന്ത്യ അതിവേഗം വളരുകയാണ്. എന്നാൽ നമ്മുടെ തലമുറ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതൊരു വലിയ വൈരുദ്ധ്യമാണ്. ഒരു വശത്ത് ടെക് യൂണിക്കോണുകൾ, മറുവശത്ത് ശുദ്ധമായ ഉത്കണ്ഠ. പുതിയ ഹൈവേകൾ വരുന്നുണ്ട്,
പക്ഷെ യുവാക്കൾ തികഞ്ഞ ആശയക്കുഴപ്പത്തിലാണ്. ഡിജിറ്റൽ പേയ്മെന്റുകൾ കുതിച്ചുയരുകയാണ്. എന്നാൽ നിങ്ങളുടെ ശ്രദ്ധ നശിച്ചുപോയി. ഉള്ളിൽ വെറും ശൂന്യതയാണ്. ബിരുദങ്ങൾ വല്ലാതെ പെരുകി, എന്നാൽ കഴിവുകൾ ഒട്ടും വർദ്ധിച്ചില്ല. നിങ്ങളുടെ പ്രതീക്ഷകൾ വളരെ ഉയർന്നതായി മാറി, എന്നാൽ യാഥാർത്ഥ്യം പൂർണ്ണമായും തകർന്നു. സർട്ടിഫിക്കറ്റുകൾക്ക് കടലാസിന്റെ വില പോലുമില്ല. നിങ്ങൾക്കു ജോലി ചെയ്യാൻ അറിയില്ല. അതൊരു വലിയ സത്യമാണ്. ഇതൊരു കടുത്ത യാഥാർത്ഥ്യമാണ്. ഡോപാമൈൻ ആസക്തി തൊഴിൽക്ഷമതയെ നശിപ്പിക്കുന്നു. അനന്തമായ സ്ക്രോളിംഗ് നിങ്ങളുടെ തലച്ചോറിനെ നശിപ്പിച്ചു. വൈദഗ്ധ്യത്തേക്കാൾ നിങ്ങൾ പെട്ടെന്നുള്ള സുഖം തേടുന്നു. നിങ്ങൾക്കൊരു കരിയർ കെട്ടിപ്പടുക്കാൻ കഴിയില്ല. 7 സെക്കൻഡ് മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധ. ഫോൺ നിങ്ങളെ ഒരു അടിമയാക്കി. വ്യവസ്ഥയെ കുറ്റപ്പെടുത്തുന്നത് നിർത്തുക. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. പണത്തെക്കുറിച്ച് പഠിക്കുക. വിപണികൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കുക. ആരും നിങ്ങളെ രക്ഷിക്കാൻ വരില്ല. നിങ്ങളിവിടെ ഒറ്റയ്ക്കാണ്. നിങ്ങളുടെ യുദ്ധം നിങ്ങൾ തന്നെ ജയിക്കണം. സ്വന്തം സമ്പത്ത് നിങ്ങൾ കെട്ടിപ്പടുക്കണം. പുതിയ കഴിവുകൾ പഠിക്കുക. നല്ല യഥാർത്ഥ കഴിവുകൾ. നടപടിയെടുക്കാൻ വൈകരുത്. അത് നിങ്ങളുടെ വ്യക്തിപരമായ തകർച്ചയാണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ പ്രവർത്തിക്കണം. ഒഴിവു കഴിവുകൾ ഇനി വേണ്ട. ലോകം വളരെ വേഗത്തിൽ മാറുകയാണ്. നിങ്ങൾ അവിടെ തന്നെ നിൽക്കരുത്. ശക്തരാവുക, മിടുക്കരാവുക. അച്ചടക്കം വളർത്തുക. അതാണ് ഏറ്റവും പ്രധാനം. രാജ്യത്തിന്റെ അച്ചടക്കമില്ലായ്മ നമ്മൾ കണ്ടു. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ദുശ്ശീലങ്ങളെ മറികടക്കണം. ആ ഫോൺ മാറ്റിവെക്കൂ. ജോലി തുടങ്ങൂ. വെറുതെ സമയം കളയരുത്. വേദന സഹിക്കാൻ പഠിക്കുക. വിജയം അത്ര എളുപ്പമല്ല. സ്വാധീനം വളർത്തുക. നിങ്ങളുടെ സ്വന്തം വൈദഗ്ധ്യം സൃഷ്ടിക്കുക. ചരിത്രം ദുർബലമായ രാജ്യങ്ങളെ കഠിനമായി ശിക്ഷിച്ചു. എന്നാൽ അച്ചടക്കമില്ലായ്മ നിങ്ങളെയും നിരന്തരം ശിക്ഷിക്കും. അടുത്ത വലിയ അബദ്ധം നിങ്ങളാകരുത്. നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കുക. മറ്റുള്ളവർക്ക് നിങ്ങളെ ആവശ്യമായി വരണം. അതിന് കഠിനാധ്വാനം അനിവാര്യമാണ്. ബിൽ എപ്പോഴും വരും. ഇതൊരു തണുത്ത, കഠിനമായ യാഥാർത്ഥ്യമാണ്. ഇന്നത്തെ നിങ്ങളുടെ അലസത, അതിന് നാളെ നിങ്ങൾ വില നൽകേണ്ടിവരും. തീരുമാനങ്ങൾക്കെപ്പോഴും ഗുരുതരമായ പ്രത്യാഘാതങ്ങളുണ്ടാകും. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക. ഉണർന്ന് പ്രവർത്തിക്കുക. ഇനി വൈകരുത്.